നോവൽ ഒടിയൻ ഭാഗം 17. തീ. കാടിൻ്റെ അങ്ങേ തലയ്ക്കൽ കരിമ്പനകൾക്കിടയിൽ ഉയർന്നു കത്തുന്ന അഗ്നി. ദിവാകരൻ പെടിഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ആദിത്യൻ പറഞ്ഞ പദ്ധതി പ്രകാരം ചാത്തൻ്റെ മാർഗമധ്യേ ഉണ്ടാക്കിയ അഗ്നിക്കുരുക്കാണോ ഇത്? അപ്പോൾ തനിക്ക് വഴിപിഴച്ചില്ല. ദിവാകരൻ ആ ഭാഗത്തേക്ക് കുതിച്ചു. അവളുടെ കാൽ തടഞ്ഞ് നിലത്ത് വീണുകിടന്നിരുന്ന ആ ശവശരീരം ഒരു വശത്തേക്ക് തെന്നി നീങ്ങി. ദിവാകരൻ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് കുതിച്ചു. കരിമ്പനത്തടിയിൽ മുടിയൻകോലിൽ ഉയർന്നു വീഴുന്ന ശബ്ദം വീണ്ടും അയാളുടെ കാതിൽ വന്ന് പതിച്ചു. തൻ്റെ അഭിലാഷം പൂവണിയാൻ പോവുകയാണോ? അതോ ആദിത്യന് തോൽവി പിണഞ്ഞുവോ? ദിവാകരൻ്റെ കാലുകൾക്ക് വേഗതയേറി. ഓലപ്പുരയ്ക്ക് ചുറ്റും മതിൽ തീർത്തു നിൽക്കുന്ന തീയിൻ്റെ വെട്ടത്തിൽ ദിവാകരൻ ചുറ്റും കണ്ണോടിച്ചു. എന്തോ ഒരു അപായം മണത്ത് അയാൾ പെട്ടെന്ന് ഒരു പനയുടെ മറയിലെ ഇരുട്ടിലേക്ക് മാറി. സമയം പുലരാറായി. ദിവാകരൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പനയുടെ മറയിലേക്ക് ചാരിയിരുന്നു. അന്നേരം ഇരുട്ടിൻ്റെ നിറമുള്ള ഒരു കരിമ്പിടം മൂടി പുതച്ചെണ്ണമെന്നും കറുത്തിരുണ്ട ഒരു മനുഷ്യരൂപം തൊട്ടപ്പുറത്ത് ആ കുടിലിന് മുന്നിൽ ഉയർന്നു കത്തുന്ന അഗ്നിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ കനത്ത തീച്ചൂട് തട്ടി അവൻ്റെ കാലിൽ കിടന്ന ഇരുമ്പ് ചുട്ടുപഴുത്ത് പൊള്ളാൻ തുടങ്ങി. കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങി. ചുറ്റും തീ പടർന്നു. ചാത്തൻ്റെ പല്ലുകൾ പരസ്പരം ഞെരിഞ്ഞമർന്നു. ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയിൽ നിന്നും അപ്പോഴും ചോര ഇറ്റു വീണുകൊണ്ടിരുന്നു. ചാത്തൻ്റെ മറുകയിൽ ഒരു മെല്ലിച്ച കരം മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചാത്തൻ്റെ അമ്മ. ഉയർന്നു കത്തുന്ന തീനാളങ്ങൾ ആ അബല ശരീരത്തെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ചാത്തന് മനസ്സിലായി. അവൻ അമ്മയെ മാറോട് ചേർത്ത് പിടിച്ചു. അന്നേരം മറുവശത്ത് നീണ്ടുകിടക്കുന്ന പാതയിലൂടെ ധൃതിയിൽ കാടിന് പുറത്തേക്ക് നടക്കുകയായിരുന്നു ആദിത്യൻ. കരിമ്പനക്കാട്ടിൽ ഒടിയനെതിരെ കെണി ഒരുക്കി കാവലിരിക്കുമ്പോൾ പൂർണ്ണമായ വിജയം കൺമുൻപിൽ അയാൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിഭീകരമായ മറ്റൊന്നാണ് അവിടെ അരങ്ങേറിയത്. അതാലോചിച്ചപ്പോൾ അയാളുടെ കൈകാലുകൾ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. ഇളയച്ചൻ്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ സഹചാരികളിൽ ഒരുവനായ കൃഷ്ണനെ ഒപ്പം കൂട്ടിയത്. താളിയോലകൾ ദിവാകരനെ ഏൽപ്പിച്ച ശേഷം കാടിൻ്റെ ആരംഭസ്ഥാനത്ത് വച്ചും അയാളും തനിക്കൊപ്പം ഉണ്ടായിരുന്നു. നേരം പുലരും വരെ ഉടനെ മാർഗതടസ്സം ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊന്നും അയാൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ കൃഷ്ണൻ്റെ അമിതാവേശം തൻ്റെ വാക്കുകളെപ്പോലും മറികടന്ന് ഒടിയനെ കായിക ബലം കൊണ്ട് എതിരിടാനായിരുന്നു കൃഷ്ണൻ തുനിഞ്ഞത്. വടക്കൻ കളരിൽ പയറ്റിത്തെളിഞ്ഞ കൃഷ്ണൻ്റെ മെയ്വഴക്കം എത്ര ദയനീയമായിട്ടാണ് ഇരുട്ട് പരിചയാക്കിയ ആ വാമന രൂപത്തോട് പരാജയപ്പെട്ട് മരണം ഏറ്റുവാങ്ങിയത്. ആദിത്യൻ്റെ കണ്ടനാളത്തിൽ ഉപ്പ് ചുവച്ചു. ഉയർന്നു കത്തുന്ന അഗ്നി താണ്ടിക്കൊണ്ട് ഒരിക്കലും ഒടിയൻ മുന്നോട്ട് പോകില്ല. എന്നാൽ അവന് പിന്തിരിഞ്ഞ് വേറെ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് കുതിക്കുകയാണെങ്കിലോ? എനിക്കുണ്ടായിരുന്ന അതേ സംശയം കൃഷ്ണനും ഉണ്ടായിരുന്നു. ആ സമയമാണ് എൻ്റെ വാക്കുകൾ പോലും തിരസ്കരിച്ചുകൊണ്ട് ആ അഗ്നിവളയത്തിൽ ഒരു ദുർബലമായ ഭാഗം സൃഷ്ടിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. ചാത്തന് എളുപ്പം അതുവഴി കടന്നു ചെല്ലാം എന്ന് തോന്നത്തക്കവണ്ണം ഒരു ഭാഗം. കൃഷ്ണൻ അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് ഒടിയനെ കായിക ബലം കൊണ്ട് ആക്രമിച്ചു കീഴ്പ്പെടുത്താമെന്നായിരുന്നു അയാളുടെ പദ്ധതി. 100 ആവർത്തി ഞാൻ എതിർത്തുവെങ്കിലും തെക്കൻ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ ആ യുവരക്തത്തിന് എൻ്റെ വാക്കുകൾ കേവലം ദുർബലനായ മാന്ത്രികൻ്റെ ഭയവിഹുലതകളായിട്ടേ തോന്നിയുള്ളൂ. ആ സമയം കരിമ്പനകളിൽ മുടിയൻകോൽ ആഞ്ഞു വീഴുന്ന ശബ്ദം ഉയർന്നു കേട്ടു തുടങ്ങിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കൃഷ്ണനെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുത്തെ ചുള്ളിപ്പടപ്പിനുള്ളിലേക്ക് കുതിച്ചു. പക്ഷേ അയാൾ ബലാത്കാരമായി എൻ്റെ പിടുത്തം പിടിവിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. എനിക്കൊട്ടും സമയമുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മറവിലേക്ക് ഊളിയിട്ടു. കരിമ്പനപ്പട്ടകളിൽ തൂങ്ങിക്കിടന്ന കടവാവലുകൾ കൂട്ടമായി പറന്നു പൊങ്ങി. ചപ്പിലകൾ ഞെരിച്ചുകൊണ്ട് ഇഴജന്തുക്കൾ ഇഴഞ്ഞു മാറുന്നു. അവർ വഴിയൊരുക്കുകയാണ്. ഇരുട്ടിൻ്റെ രാജാവിന് വിശ്രമത്തിനുള്ള നേരമായി. അപ്പോഴേക്കും തീ ഉയർന്നു കത്താൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ മുൻകൂട്ടി തയ്യാറാക്കിയ ആ ഭാഗത്ത് ഒരു കരിമ്പനം അറിഞ്ഞു കൊണ്ട് കയ്യിൽ ഒരു നെടുനീളൻ മുളക്കോലുമേന്തിക്കൊണ്ടു നിന്നു. അയാളുടെ കനത്ത ശരീരം തീനാളങ്ങളുടെ പ്രഭയിൽ തിളങ്ങുന്നു. ആ കനത്ത ചവിട്ടടികൾ അടുത്തെത്തി. ഇനിയും വെളിച്ചം കടന്നു ചെല്ലാത്ത ആ ഇരുട്ടിൻ്റെ മറയിൽ എവിടെയോ അയാളുണ്ട്. എനിക്ക് ശരീരമാകെ വിറയൽ കടന്നു കയറി. എൻ്റെ പിറകിലെങ്ങാനും അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല,
ഒരു കൂറ്റൻ കരിമ്പന മാത്രം. പൊടുന്നിനെ ആ ശബ്ദം വീണ്ടും കേട്ടു തുടങ്ങി, അല്പം വേഗത്തിൽ, ഉച്ചത്തിൽ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു രൂപം വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. കറുത്തു തടിച്ച കാലുകൾ ചുറ്റിക്കിടക്കുന്ന ഇരുമ്പ് വളകൾ തീയുടെ പ്രഭയിൽ തിളങ്ങി. ചാത്തൻ, ഒടിയൻ ചാത്തൻ. ഞാൻ പോലും അറിയാതെ എൻ്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. അവിടെ അമർന്നു കിടന്നുകൊണ്ട് ഒരു തവണ കൂടി ആ മഷിക്കറുപ്പിലുടയാർന്ന ആ ദേഹത്തേക്ക് ഞാൻ കണ്ണുകൾ ഓടിച്ചു. അവിടെ ആ കാഴ്ച കണ്ടതും എൻ്റെ ശ്വാസം പോലും നിലച്ചുപോയി. അതൊരു കബന്ധമായിരുന്നു. ഉയർന്നു കത്തുന്ന തീയുടെ നേരെ പതിയെ പതിയെ നടന്നു നീങ്ങുന്ന ഒരു കബന്ധം. അതിൻ്റെ കയ്യിൽ ഒരു മുടിയൻകുൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. കരടി പോലെ നീങ്ങി വളർന്നിരിക്കുന്ന രോമങ്ങൾ ആ ശരീരത്തെ കാഴ്ചയിൽ കൂടുതൽ ഭീകരമാക്കി. ഞാൻ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിൻ്റെ ഇരുട്ടിലേക്ക് പൂർണ്ണമായും മറിഞ്ഞു കിടന്നു. അപ്പോഴാണ് ഞാൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചത്. അയാൾ അവിടെ ആ പനയുടെ മറവിൽ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അയാൾ അപ്പോഴും ആ രൂപത്തെ കണ്ടു കാണില്ല. കബന്ധം കൃഷ്ണൻ ഒരുക്കിയ കെണി ലക്ഷ്യമാക്കി തന്നെ നീങ്ങി. ഒരു ക്ഷണം അവിടെ നിന്ന് അത് പൊടുന്നനെ വേഗത കൂട്ടിക്കൊണ്ട് മുന്നോട്ടോടി. കാലടി ഒച്ചകൾ കേട്ടതുകൊണ്ട് കൃഷ്ണൻ ഒന്നുകൂടി തയ്യാറായി. കണ്ണിനേക്കാൾ കാതിനാണ് ഇവിടെ പ്രാധാന്യം. മറവിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് ഉത്തമമായിരിക്കുകയില്ല. അയാൾ കാതുകൾ കൂർപ്പിച്ചു നിന്നു. ശബ്ദം അടുത്തെത്തി എന്നുറപ്പായതും അയാൾ ചാടിക്കൊണ്ട് ആ മുളവടി ഒടിയൻ്റെ നെഞ്ചി ലക്ഷ്യമാക്കി വീശി. എന്നാൽ തലയില്ലാത്ത ആ രൂപം കണ്ട് ഭയന്ന് വിറച്ച് അയാളുടെ ആ അടി ഉലഞ്ഞുപോയി. ഒപ്പം ആ രൂപം മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് ആ അടിയിൽ നിന്നും അതിവേഗം ഒഴിവായി. കൃഷ്ണൻ കാൽ പിഴച്ചുകൊണ്ട് മണ്ണിലേക്ക് തെന്നി വീണു. ആ കുറിയ രൂപം അപ്പോഴും മുട്ടുകാലിൽ പിന്തിരിഞ്ഞിരിക്കുകയായിരുന്നു. പൊടുന്നനെ ചാടി എണീറ്റു. കൃഷ്ണൻ്റെ മുടിയിൽ വലിച്ച് അത് ഇരുട്ടിലേക്ക് നീങ്ങി. അസ്വാഭാവികമായ വീഴ്ചയും പിഴച്ചുപോയ മുറിയും അയാളുടെ ശരീരഭാഗങ്ങളിൽ ഉളുക്കുണ്ടാക്കി. അയാൾ അനങ്ങാൻ പോലും കഴിയാതെ ഒടിയൻ്റെ കൈകൾ വലിച്ച സ്ഥലത്ത് ഇരുട്ടിൽ നിറങ്ങി നീങ്ങി. ഇരുട്ടിൽ അയാളുടെ ആർത്തനാദം മുഴങ്ങി. കണ്ണുകൾക്കൊപ്പം ചെവിയും കൈകളാൽ ഞാൻ ഇറുക്കി അടച്ചു. കൃഷ്ണൻ്റെ ശബ്ദം ഉയരത്തിലേക്ക് പൊങ്ങുന്നത് പോലെ തോന്നി. ഒരുപക്ഷെ ഒരു കരിമ്പന പൊക്കത്തോളം. ഞാൻ അനങ്ങിയില്ല. ആ കാലടികൾ വീണ്ടും തിരികെ അങ്ങോട്ട് തന്നെ വന്നു. ഒന്ന് ചുറ്റും വീക്ഷിക്കുന്നത് പോലെ അവിടെ നിന്നു. കൃഷ്ണൻ തീർത്ത ദുർബല വളയം അയാൾ എളുപ്പം ചാടിക്കടന്നുകൊണ്ട് ഉള്ളിലേക്ക് പോയി. ചാത്തൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇടിമുഴക്കം പോലെ ആ യാഥാർത്ഥ്യം എൻ്റെ ഉള്ളിൽ മുഴങ്ങി. ഒട്ടും സമയം കളയാനില്ല. പെട്ടെന്ന് കാട് കടക്കണം. ദിവാകരനെ കാണണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. കാട് കടക്കണം. അപ്പോഴും ആദിത്യൻ അറിഞ്ഞിരുന്നില്ല ദിവാകരൻ കുറച്ചപ്പുറത്ത് തന്നെ എവിടെയോ ഇതൊന്നും അറിയാതെ ഇരുട്ടിലൂടെ വരുന്നുണ്ടായിരുന്നു എന്ന്. കഥ തുടരും.